ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളാണ്. ഇന്ന് രാവിലെ ഞാൻ ജോലിക്ക് പോകുന്നതിന് മുൻപ് ഉണ്ടാക്കിയൊരു സ്പെഷ്യൽ കറിയാണ് നെത്തോലി പീര പറ്റിച്ചത്. എല്ലാവരും പല രീതിയിൽ നെത്തോലി പീര പറ്റിച്ചത് ഞാൻ കാണാറുണ്ട്. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ എൻ്റെ ഈ പുതിയ രീതി എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. എല്ലാ കൂട്ടുകാരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ചട്ടിയിൽ ആദ്യമായിട്ട് നെത്തോലി പീര പറ്റിച്ചതാണ്. ആദ്യമായിട്ട് ഒരു ചട്ടിയിൽ 350 ഗ്രാം നെത്തോലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 സവാള, 6 ഇലിമ്പൻ പുളി ഇത്രയും ചട്ടിയിലെടുത്ത് കുറച്ച് വെള്ളം, ആവശ്യത്തിന് ഒരു വെള്ളം കൂടരുത്, ആവശ്യത്തിന് വെള്ളവും എടുത്ത് ചട്ടിയിൽ വെച്ച് വേവിക്കുക. അതിനുശേഷം നമ്മൾക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കുക. അടച്ച് വെച്ച് വേവിക്കുക. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിൽ 6 പച്ചമുളക്, 1 അല്ലി ഇഞ്ചിയുടെ കഷ്ണം, 6 അല്ലി വെളുത്തുള്ളി ഇത്രയും ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിക്കുക. അതിനുശേഷം ഈ മിക്സിയിൽ ചതച്ച് വച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതുപോലെ ചതഞ്ഞാൽ മതി. അത് ചട്ടിയിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അരമുറി തേങ്ങ ചിരകിയത്, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ലേശം മസാലപ്പൊടി ഇത്രയും മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അരയ്ക്കുക. ഒരു പ്രാവശ്യം മാത്രം ഒന്ന് കറങ്ങിയാൽ മതി, ഒരുപാട് അരയരുത്. അങ്ങനെ ചതച്ചെടുത്തു. തേങ്ങയും എല്ലാം ചതച്ച അതിൻ്റെ അരപ്പ് റെഡിയായി. ഇത് നമ്മൾക്കതിലേക്ക് ചട്ടിയിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും തിളയ്ക്കാനായിട്ട് വയ്ക്കുക. അങ്ങനെ ഏതായാലും നല്ലതുപോലെ തിളച്ച് വെന്തു. നമുക്ക് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കാം. അതിന് ശേഷം ചൂടോടെ നമ്മൾക്ക് ഉപയോഗിക്കാം. ചൂട് ചോറ്, മെഴുക്ക് പുരട്ടി, നെത്തോലി പീര പറ്റിച്ചത്, മാങ്ങ അച്ചാർ. ഇന്നത്തെ എൻ്റെ ഊണ് റെഡി. കൊണ്ടുപോകാനായിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും വീഡിയോസ് എല്ലാം കാണണം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.